ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ASLB അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇനി വരാനിരിക്കുന്ന 10th ലെവൽ മുതൽ +2 ലെവൽ വരെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളുടെ എല്ലാം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആക്ട്സ് എന്നറിയപ്പെട്ട ഭാഗം. ഈ സുപ്രധാന നിയമങ്ങളിൽ ഏറ്റവും അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചില മുൻവർഷ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളും ഒന്ന് പരിശോധിക്കാം. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും കൃത്യമായി ഈ ക്ലാസ് കാണാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 1 ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എന്താ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തിൽ വരുന്നവ ഏതെല്ലാം? ഇതാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും. സ്റ്റേറ്റ്മെന്റ് 2, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിക്കുന്ന അവകാശങ്ങൾ മാത്രം. സ്റ്റേറ്റ്മെന്റ് 3, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിരിക്കുന്നതുമായ അവകാശങ്ങൾ. സ്റ്റേറ്റ്മെന്റ് 4, മേൽ പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ്. ഇതാണ് ചോദ്യം. അപ്പോ പല നിയമങ്ങളുടെയും നിർവചനങ്ങളിൽ നിന്ന് ഈ കേരള PSC അടുത്ത കാലത്ത് ട്രെൻഡിങ് ആയി ചോദിക്കാറ്. ഉദാഹരണത്തിന് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉപഭോക്താവിന്റെ നിർവചനം എന്ത്? ദുരന്ത നിവാരണ നിയമത്തിൽ ദുരന്തം എന്ന വാക്കിന്റെ നിർവചനം എന്ത്? പോക്സോ നിയമത്തിൽ പോക്സോ കോടതികളുടെ നിർവചനം എന്ത്? കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? പരാതിക്കാരൻ, പരാതി നൽകാൻ കഴിയുന്നത് ആരെല്ലാം എന്നിങ്ങനെ നിർവചനങ്ങൾ പ്രിലിമിനറി എന്ന ചാപ്റ്ററിലെ എല്ലാ നിയമങ്ങളുടെയും നിർവചനങ്ങൾ ചോദിക്കാറുണ്ട്. അവിടെ നിന്നാണ് ഈ ചോദ്യവും വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിയണം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഒക്ടോബർ 12 പാസ്സാക്കപ്പെട്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇതിന് പ്രകാരം രൂപീകൃതമായി. വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എത്ര പേർ കമന്റ് ചെയ്യാം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിനാം എന്നാണ്. സർവേ ഭവന്തു സുഖിനാം. ശരി, എന്താണെങ്കിലും നമുക്ക് ഈ ഉത്തരത്തിലേക്ക് ഒന്ന് വന്നാലോ. സ്റ്റേറ്റ്മെന്റുകൾ നോക്കിക്കേ. 1, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും. തെറ്റാണ്. ജീവനും സ്വത്തിനൊന്നും മനുഷ്യാവകാശ സംരക്ഷണമില്ല. ഒരു വ്യക്തിയുടെ ജീവൻ, പിന്നെയോ സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ മാത്രമാണ് ഉറപ്പ് നൽകുക. സ്വത്തില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 തെറ്റാണ്. 2 നോക്കിക്കേ. ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയിൽ പ്രാബല്യത്തിലുള്ള നിയമങ്ങളിലും പരാമർശിക്കുന്ന അവകാശങ്ങൾ മാത്രം. അതും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയിലെ നിയമങ്ങളിലും പരാമർശിക്കുന്ന അവകാശങ്ങൾ മാത്രമല്ല, അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിക്കുന്ന അവകാശങ്ങളും കൂടി ലഭ്യമാകും. രണ്ടും തെറ്റാണ്. 3, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ. അപ്പൊ ഓർക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിക്കുന്ന അവകാശങ്ങൾ ഉണ്ട്, പക്ഷേ ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതും ആയിരിക്കണം ആ അവകാശങ്ങൾ. അതുകൊണ്ട് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിക്കുന്ന അവകാശങ്ങൾ എന്ന് മാത്രം കൊടുത്താൽ അതും തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ശരിയായ ഉത്തരം മേൽ പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ് എന്നതാണ് ശരി. അതുകൊണ്ട് സൂചന 4 ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. കണ്ടോ, ഓപ്ഷൻ ബി ശരി. മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെ നമുക്ക് ചോദ്യങ്ങളെ നേരിടാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതും മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ഒരു സാധാരണ വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഡാഷ് ആണ്. ഓപ്ഷൻ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഓപ്ഷൻ ബി ഭരണഘടനാ ബോഡി, ഓപ്ഷൻ സി ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ അല്ല, ഓപ്ഷൻ ഡി എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഏതാണ് ശരി ഉത്തരം? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലേ? അതായത് ഒരു സ്റ്റാറ്റ്യൂ വഴി, അതായത് നിയമം വഴി രൂപീകൃതമായ സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നറിയപ്പെടുക. ഇവിടെ ഏത് നിയമമാണ്? മനുഷ്യാവകാശ നിയമം 1993 പ്രകാരമാണ് അല്ലേ നിലവിൽ വന്ന സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ആസ്ഥാനം അറിയാമല്ലോ, എവിടെയാണ്? ന്യൂഡൽഹി ആണ്.
മാനവാധികാർ ഭവൻ ആണ് ആസ്ഥാനം. സർവേ ഭവന്തു സുഖിനാം എന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാനും എത്ര സ്ഥിരാംഗങ്ങളുമുണ്ട് പറയാമോ? എത്രയുണ്ട്? ഒരു ചെയർമാനും 5 സ്ഥിരാംഗങ്ങളുമുണ്ട്, പ്ലസ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടെന്നെല്ലാം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ അവിടുത്തെ ചോദ്യം അത് എക്സ്പ്ലനേഷൻ ഒന്നും പോകേണ്ടതില്ല. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർക്കണം. അടുത്ത ചോദ്യം നോക്കിക്കേ, വിവരാവകാശ നിയമത്തെ കുറിച്ചാണ് ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്, ഇതാണ് ചോദ്യം. അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്, അതായത് അപേക്ഷാ ഫീസ് ഇല്ലാത്തത് ആർക്കെന്നുള്ളത്. ഓപ്ഷൻ എ, അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ആണേ. സ്റ്റേറ്റ്മെന്റ് 2, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുത്തുന്നിടത്ത്. 3, 45 ദിവസത്തിനുള്ളിൽ പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത്. 4, ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്നിടത്ത്. ഏതാണ് ശരി ഉത്തരം? ഇവിടുത്തെ ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. നമ്മളിത് കുറച്ചൊക്കെ പഠിക്കുന്നവർ കൺഫ്യൂസിംഗ് ആണ്. കാരണം നിങ്ങളൊരു ക്ലോസ് കേട്ട് കാണും. എന്താണ്? നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം മറുപടി നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ ആ അപേക്ഷ നിരസിച്ചതായും അത്തരം വിവരങ്ങൾ പിന്നീട് അപേക്ഷകന് സൗജന്യമായി നൽകേണ്ടതാണ് എന്നൊരു ക്ലോസ് നിങ്ങൾ കണ്ടു കാണും, ശരിയല്ലേ? പക്ഷെ ആ ക്ലോസ് അപേക്ഷാ ഫീസിനെ കുറിച്ചല്ല പറയുക. അതായത് വിവരാവകാശ മറുപടി ലഭിക്കുമ്പോൾ എക്സ്ട്രാ ചില ഫീസുകൾ വേണ്ടിവരും. ഉദാഹരണത്തിന് A4, A3, A3 ഷീറ്റിലാണെങ്കിൽ പേജ് 1-ന് 2 രൂപ, ഫ്ലോപ്പി ഡിസ്ക് ആണെങ്കിൽ 1-ന് 50 രൂപ നിരക്ക്. കേട്ടിട്ടില്ലേ? കേരളത്തിലാണെങ്കിൽ അത് 75 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ A4 ഷീറ്റിൽ പേജ് 1-ന് 3 രൂപയായി. അതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മളീ പറയപ്പെട്ട അത്തരം ഫീസുകളാണ് ഈടാക്കാതെ സൗജന്യമായി നൽകേണ്ടത് ഡേറ്റ നൽകാൻ പരാജയപ്പെട്ടാൽ. എന്നാൽ വിവരാവകാശ അപേക്ഷ നൽകാനുള്ള ഫീസ് എത്ര രൂപയാണെന്ന് അറിയാമല്ലോ? 10 രൂപ ഫീസാണ്. ഇതെങ്ങനെ നൽകാം? കോർട്ട് ഫീസ് സ്റ്റാമ്പായിട്ട് കൊടുക്കാം, നേരിട്ടടയ്ക്കാം, ട്രഷറി വഴി അടച്ച് ചെല്ലാൻ, അസൽ ചെല്ലാൻ വഴിയാണ്, DD വഴി, ബാങ്ക് ചെക്ക് വഴി എല്ലാം അടയ്ക്കാം. മനസ്സിലാവുന്നുണ്ടോ? 10 രൂപ. എന്നാൽ ഈ ഫീസ് സൗജന്യം അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെ സൗജന്യമായി വിവരാവകാശ അപേക്ഷ നൽകാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം അത് BPL വിഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ മാത്രമാണ് ശരി. ഓപ്ഷൻ സി 1 മാത്രം എന്നതാണ് ശരി. ഇവിടുത്തെ ചോദ്യം എന്താണ്? അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നതെന്നാണ് ചോദ്യം. ബ്യൂറോസി മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫീസ് നൽകേണ്ടതില്ല, അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ലാത്തത് BPL കാറ്റഗറിക്കാരനാണ്. എന്നാൽ വിവരങ്ങൾ ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നതെന്നാണ്. വിവരങ്ങൾ ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് ആർക്കെന്ന് വെച്ചാൽ, ഒന്ന്, അപേക്ഷകൾ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടും. ശരിയാണ്. കാരണം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെ, പൊതു അതോറിറ്റി, പബ്ലിക് ഇൻഫർമേഷൻ PIO, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ നൽകി അവധി ദിവസങ്ങൾ ഉൾപ്പെടെയുള്ള 30 ദിവസത്തിനുള്ളിലാണ് മറുപടി കൊടുക്കേണ്ടത്. ആ മറുപടി നൽകാതിരുന്നാൽ വിവരങ്ങൾ സൗജന്യമായി നൽകണം എന്ന് പറയപ്പെടുന്നു. എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിലോ 35 ദിവസത്തിനുള്ളിൽ. അതുപോലെ ഒരു വ്യക്തിയുടെ ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ. മനസ്സിലാവുന്നുണ്ടോ? 48 മണിക്കൂർ. ഇതൊക്കെ നിങ്ങൾ, അതുപോലെ 3-ാം കക്ഷി വിവരം ഉൾപ്പെടുന്നതാണെങ്കിൽ എത്ര ദിവസമാണ്? 40 ദിവസത്തിനുള്ളിൽ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശരി, അപ്പൊ ഈ ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. താഴെ പറയുന്ന ഏതു കാരണത്താലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയാവുന്നത്? ഓപ്ഷൻ എ, പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ. ഓപ്ഷൻ ബി, ഔദ്യോഗിക പദവിയിലിരിക്കെ ശമ്പളം പറ്റുന്ന മറ്റ് ജോലികളിൽ ഏർപ്പെട്ടാൽ. ഓപ്ഷൻ ബി, ശാരീരികമോ മാനസികമോ ആയി ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ. ഓപ്ഷൻ ഡി, സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന്. ഏതായിരിക്കും ശരി ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ പറയാമോ? ഇവിടെ 1, 2, 3 ആൻഡ് 4 ഇതെല്ലാം ശരിയാണ് അല്ലേ? നമുക്കറിയാം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നീക്കം ചെയ്യലിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 14 അതിൽ നമുക്കറിയാം താഴെ പറയുന്ന കാരണങ്ങളാൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ മറ്റെങ്ങളോ നീക്കം ചെയ്യാൻ അടിസ്ഥാനപരമായി 2 കാരണങ്ങളാണ്. ഒന്ന്, പ്രൂവൺ മിസ്ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ മലയാളം?
തെളിയിക്കപ്പെട്ട ദുർവൃത്തി എന്ന് പറയും. പ്രൂവൺ മിസ്ബിഹേവിയർ, തെളിയിക്കപ്പെട്ട ദുർവൃത്തി. രണ്ടാമത്തെ കാരണം അപ്രാപ്തി, കഴിവില്ലായ്മ എന്നൊക്കെ പറയാം. ഇതിന്റെ തന്നെ പല പല കാര്യങ്ങളാണ്. പാപ്പരായി, നിർധനായി വിധിക്കപ്പെട്ടാൽ, അതുപോലെ തന്നെ ഔദ്യോഗിക പദവിയിലിരിക്കെ ശമ്പളം പറ്റുന്ന മറ്റു ഉദ്യോഗങ്ങൾ വഹിച്ചാൽ, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പദവിക്ക് ചേരാത്ത പ്രവർത്തികൾ ചെയ്താൽ, പദവിയിലിരിക്കെ തന്നെ ക്രിമിനൽ കേസുകൾ പ്രതി ചേർക്കപ്പെട്ടാൽ, സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, ശാരീരികമോ മാനസികമോ അല്ല ബലക്ഷയം, ഔദ്യോഗിക പദവിയിൽ തുടരാൻ കഴിയില്ല എന്ന് തോന്നുകയാണ്, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ ആ പദവിയിലിരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി ഉണ്ടോ, ഇത്തരം മാനദണ്ഡങ്ങളിലെല്ലാം അയാൾ അയോഗ്യനാക്കപ്പെടും. അയാളെ തൽസ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യാം എന്ന കാര്യം കൂടി ഓർമ്മ. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? 1, 2, 3 ആൻഡ് 4 ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ട്രക്ചർ, ഘടനയെ കുറിച്ചാണ് നമ്മുടെ ഈ ചോദ്യം പ്രതിപാദിക്കുക. എന്താണ് പ്രതിപാദിക്കുക നോക്കുക ഉദ്യോഗാർത്ഥികളെ. 1, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. 2, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. 3, മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. 4, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നാണ് ഇവിടെ ഉചിതമായ പ്രസ്താവനയാണ്. ഒന്ന് നോക്കിക്കേ. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാനാണ്. ശരിയോ തെറ്റോ? ശരിയല്ലേ? ആകെ 6 പേരാണ് അംഗങ്ങൾ, ചെയർമാൻ ഉൾപ്പെടെ. ചെയർമാന്റെ ഒന്നാമത്തെ യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടുള്ള ഒരാളാണ് ചെയർമാൻ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. 2, സുപ്രീം കോടതി മുൻ ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. ശരിയോ തെറ്റോ? അതും അവിടെ ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3, മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. ശരിയോ തെറ്റോ? തെറ്റാണ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി ഒരു ജുഡീഷ്യൽ അംഗവുമില്ല. നേരെ മറിച്ച് പ്രധാനപ്പെട്ട മൈനോറിറ്റി, അതുപോലെ വീക്കർ സെഷൻസ് അടക്കമുള്ള കമ്മിറ്റികൾ, വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകളുടെ ചെയർമാൻമാരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. അതുകൊണ്ട് അത് തെറ്റ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റ്. കണ്ടോ? 4, മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ശരിയോ തെറ്റോ? അത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ അറിവും പ്രായോഗിക പരിചയമുള്ള 3 പേർ, ഇവിടെ 2 വന്നേക്കുന്നതാണ് തെറ്റ്. 3 പേർ അംഗങ്ങളായി വരണം. അതിൽ ഒരാൾ വനിതയുമായി. അതുകൊണ്ട് 1ഉം 2ഉം പ്രസ്താവന മാത്രമാണ് ശരി. ഇവിടെ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി. കണ്ടോ? 1, 2 മാത്രം ശരി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയിൽ ആകെ 6 പേർ അംഗങ്ങൾ, 1 ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും. ചെയർമാന്റെ യോഗ്യത എന്താണ്? ഒന്നുകിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിട്ടുള്ള ഒരാളായിരിക്കണം ചെയർമാൻ എന്നറിയപ്പെട്ടു. മറ്റംഗങ്ങൾ 1 സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ ജഡ്ജി ആയിട്ടുള്ള ഒരാൾ. രണ്ടാമത്തെ അംഗം ഇന്ത്യയിൽ ഏതെങ്കിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ജഡ്ജി ആയിട്ടുള്ള ഒരാൾ, രണ്ടാമത്തെ അംഗം. ബാക്കിയുള്ള 3 പേർ മനുഷ്യാവകാശങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 3 പേർ, അതിലൊരാൾ വനിതയുമായിരിക്കണം. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരെല്ലാം? ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വികലാംഗ കമ്മീഷൻ, വനിതാ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകളുടെ ചെയർമാൻമാർ അല്ലെങ്കിൽ ചെയർപേഴ്സൺമാരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഒരു നല്ല ചോദ്യമാണ് നിങ്ങൾ കണ്ടത്. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് പോക്സോ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012, അതിനെ കുറിച്ചാണ് ഈ ചോദ്യം. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത്? ഇതാണ് ചോദ്യം. 1, പോക്സോ നിയമം 28 പ്രകാരം ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. 2, പോക്സോ നിയമത്തിലെ 27-ാം വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയനാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. 3, പോക്സോ കേസുകൾ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ
പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കരുത്. 4, പോക്സോ കേസുകൾ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. 4 സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ ഇനി 27-ാം വകുപ്പ് 28 തന്നെയാണോ ഈ കോടതികൾ, സ്പെഷ്യൽ കോടതികൾ 27 തന്നെയാണോ ഈ പറയപ്പെട്ട ദേഹപരിശോധന എന്നൊക്കെ ചിന്തിക്കുന്നതിന്, അതൊക്കെ അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ ചോദ്യം കാണുന്ന എല്ലാവർക്കും അറിയാം. പോക്സോ നിയമപ്രകാരം ഒരു കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ കുട്ടിയുടെ കംഫർട്ട്, കുട്ടിക്ക് വളരെ എന്താ പറയുക ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഒരുക്കാൻ വേണ്ടിയിട്ട് യൂണിഫോം ധരിക്കാൻ പാടില്ല, ഔദ്യോഗിക വേഷത്തിലായിരിക്കാൻ പാടില്ല. ആര്? മൊഴിയെടുക്കുന്ന ഉദ്യോഗസ്ഥ. മാത്രമല്ല കഴിയാവുന്നതും സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസർ തന്നെ ആയിരിക്കുകയും അവർ പരമാവധി ഒരു വനിത ആയിരിക്കുകയും വേണം. ഇതാണ് പറയുന്ന കണ്ടീഷൻ. മൊഴിയെടുക്കുമ്പോൾ ആരുടെയാണ്? ഇരയാക്കപ്പെട്ട കുട്ടിയുടെ മൊഴിയെടുക്കും. മാത്രമല്ല മൊഴിയെടുക്കുമ്പോൾ എവിടെ വെച്ചായിരിക്കണം? കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള, കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിളും കുട്ടിക്ക് ഓക്കെ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് മാത്രമേ കുട്ടിയുടെ താല്പര്യപ്രകാരം മൊഴി രേഖപ്പെടുത്താൻ പാടുള്ളൂ. രേഖപ്പെടുത്തുമ്പോൾ ബന്ധപ്പെട്ട രക്ഷകർത്താക്കളോ കുട്ടിക്ക് താല്പര്യമുള്ള മറ്റാരെങ്കിലും ഉണ്ടായിരിക്കണം. മാത്രമല്ല ഒരു കാരണവശാലും ഈ പ്രതിയുടെ സാമീപ്യം ഉണ്ടായിരിക്കാൻ പാടില്ല മൊഴിയെടുക്കുമ്പോൾ. ഇതെല്ലാം പറയുന്നു. ഇതിന് ഘടകവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അവസാനത്തെ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണമെന്ന്, അതായത് യൂണിഫോമും തൊപ്പിയൊക്കെ വച്ച് വരണമെന്നാണ്. അങ്ങനെ പാടുണ്ടോ? പാടില്ല. അപ്പൊ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടെത്താൻ ഒരു 99% ഉദ്യോഗാർത്ഥികൾ കഴിയില്ലേ? അപ്പൊ 4 വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഒഴിവാക്കിക്കൂടെ? അപ്പൊ ഇവിടെ ഡി ഒഴിവാക്കി, തെറ്റാണ്. ബി ഒഴിവാക്കി, തെറ്റാണ്. ഇനി എ അല്ലെങ്കിൽ ബി, ഇതിലൊന്നാണ് ശരി. ഇനിയും നിങ്ങൾക്കറിയാം 4 തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളിന് 3 ശരിയാണെന്നും അറിയാം. കാരണം പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത് എന്നത് ശരിയാണെന്ന്, ഇത് 4 തെറ്റാണെങ്കിൽ പിന്നെ 3 ശരിയായല്ലേ പറ്റൂ. അപ്പൊ 3 ശരിയാണ്. 3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. കണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യ ചിന്താശേഷി ഉണ്ടെങ്കിൽ വകുപ്പ് 28 അറിഞ്ഞൂടാ, 27 അറിഞ്ഞൂടെങ്കിലും ഈ ചോദ്യം ശരിയാക്കാൻ പറ്റും. കാരണം 3 വരുന്ന ഓപ്ഷൻ പിന്നെ ഓപ്ഷൻ സി. അപ്പൊ ഓപ്ഷൻ സി 1, 2, 3 ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് 1? പോക്സോ നിയമപ്രകാരം, പോക്സോ വകുപ്പ് നിയമത്തിലെ സെക്ഷൻ 28 പ്രകാരം പ്രത്യേക പോക്സോ കോടതികളുടെ രൂപീകരണം അത് ശിശു സൗഹൃദമായിരിക്കണമെന്ന് പറയപ്പെടുന്നു. ശരിയാണ്. ഏതാണ് ഈ പ്രത്യേക കോടതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ സെഷൻസ് കോടതികളാണ് പ്രത്യേക കോടതികളായി നിയോഗിക്കപ്പെടുക. സെഷൻസ് കോടതി എന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിൽ ക്രിമിനൽ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന കോടതികളെ വിളിക്കുന്ന പേരാണ് ജില്ലാ സെഷൻസ് കോടതികൾ. ഈ കോടതികളാണ് പോക്സോ നിയമപ്രകാരമുള്ള പ്രത്യേക കോടതികളായി മാറപ്പെടുന്നത്, പരിഗണിക്കപ്പെടുന്നത്. ഇനി അടുത്തത്, ലൈംഗിക കുറ്റങ്ങൾക്ക് വിധേയനായ കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ശരിയാണ്. 27 പ്രകാരം. ഇത് പ്രത്യേകം ഓർക്കണം. പോക്സോ കേസിൽ പോലീസ് FIR സമർപ്പിച്ചാലും കേസ് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും കുട്ടിയെ അടിയന്തരമായി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. വൈദ്യ പരിശോധന വിധേയമാകുന്നത് ആരായിരിക്കണം? ഭാരതീയ ന്യായ സംഹിത പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കണം. കുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വനിതാ ഓഫീസർ ആയിരിക്കണം ദേഹപരിശോധന നടത്തേണ്ടത്, വൈദ്യ പരിശോധന നടത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന വസ്തുതകൾ. അപ്പൊ ഈ ചോദ്യം ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 8, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതും പോക്സോ നിയമത്തിൽ തന്നെയാണ് ഈ ചോദ്യം വന്നിരിക്കുക. എന്താണ് ചോദ്യം നോക്കിക്കേ. ഏതു പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമ കുറ്റത്തിന് പോക്സോ ആക്ട് 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും നിർദ്ദേശിക്കപ്പെടുന്നു. ഏത് പ്രായത്തിലുള്ള കുട്ടിക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് കുറ്റം, ആ കുറ്റത്തിന് മിനിമം ശിക്ഷ 20 വർഷം എന്ന് പറയപ്പെട്ടത് ഏതു പ്രായത്തിന് താഴെയുള്ള കുട്ടിക്ക് നേരെ? ആദ്യം അറിയണം, പോക്സോ നിയമപ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട്, മലയാളം പ്രവേശിത ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ശരീര അവയവമോ മറ്റേതെങ്കിലും വസ്തുവോ പ്രവേശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണമാണ് പ്രവേശിത ലൈംഗിക അതിക്രമം. ഇതിനുള്ള ഈ അതിക്രമത്തെ പറ്റി പറയുന്ന വകുപ്പ് പോക്സോ നിയമത്തിലെ വകുപ്പ് 3-ലാണ്.
അതിന്റെ ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് പോക്സോ നിയമത്തിലെ 4 ആണ്. സാധാരണഗതിയിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന്റെ ശിക്ഷ, കുറഞ്ഞ ശിക്ഷ 10 വർഷം തടവും പരമാവധി ജീവപര്യന്തം തടവും ആണ്. ഈ ശിക്ഷ 7 വർഷം മാത്രമായിരുന്നു 2019 വരെ. 2019 പോക്സോ നിയമ ഭേദഗതിയിലൂടെ മിനിമം ശിക്ഷ 7 വർഷത്തിൽ നിന്നും 10 വർഷമായി ഉയർത്തി. പക്ഷെ ഇവിടുത്തെ ചോദ്യം അതല്ലല്ലോ. എന്താണ് മിനിമം ശിക്ഷ? 20 വർഷമെന്ന് പറയുന്നത് ഏതു പ്രായത്തിന് താഴെയുള്ള കുട്ടിയോട് ഈ പ്രവൃത്തി ചെയ്താൽ, ഏത് പ്രവൃത്തി? പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് നടത്തിയാൽ. ചോദ്യം, ഉത്തരം 16 വയസ്സിന് താഴെ. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 16 വയസ്സിന് താഴെ. ഇതിനെപ്പറ്റി പറയുന്ന വകുപ്പ് പോക്സോ നിയമത്തിലെ സെക്ഷൻ 4(2) ആണ്. പോക്സോ നിയമത്തിലെ സെക്ഷൻ 4(2) പറയുന്നു, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയനാക്കിയ കുട്ടിയുടെ പ്രായം 16 വയസ്സിന് താഴെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന മിനിമം ശിക്ഷ 20 വർഷത്തിൽ കുറയാത്ത തടവും പിഴയുമാണ്. എന്നാൽ പരമാവധി ശിക്ഷ അയാളുടെ സ്വാഭാവിക ജീവിതത്തിൽ അവസാനിക്കുന്ന കാലം വരെയുള്ള ജീവപര്യന്തം. ഇത് ഓർത്തിരിക്കണം. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. പോക്സോ നിയമം 2012 വകുപ്പ് 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ എ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റമാകുകയുള്ളൂ. ഓപ്ഷൻ ബി 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമേ കുറ്റമാകുകയുള്ളൂ. ഏതു പ്രായത്തിലുള്ളവർക്കെതിരെയും കുറ്റമാകും. ഓപ്ഷൻ ഡി ആർക്കുമെതിരെ കുറ്റമാകില്ല. ശരി ഉത്തരം എന്താണെന്ന് പറയാമോ? ഒറ്റ ഉത്തരമേ. ഏതാണ് ശരി ഉത്തരം? 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ കുറ്റമാകുകയുള്ളൂ എന്ന പ്രസ്താവനയാണ് ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഓർത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ നിയമത്തിൽ വ്യാജ പരാതികൾ, പോക്സോ ആക്ട് പ്രകാരം വ്യാജ പരാതികൾ നൽകിയാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ മിനിമം ശിക്ഷ 6 മാസം മുതൽ തടവും പിഴയും, 6 മാസം തടവും പിഴയുമാണ് ശിക്ഷ എന്ന് ഓർത്തിരിക്കണം. ഈ വ്യാജ പരാതി കൊടുക്കുന്നത് ഒരു കുട്ടിയാണെങ്കിൽ, ശ്രദ്ധിക്കുക, പോക്സോ നിയമപ്രകാരം ഒരു കുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്ന് കുട്ടി കള്ളപ്പരാതി, വ്യാജ പരാതി കൊടുത്താൽ അതിന് എന്ത് തന്നെ കണ്ടീഷൻ ആണെങ്കിലും യാതൊരു ശിക്ഷാ നടപടികളും സ്വീകരിക്കാൻ പാടില്ല, കുട്ടിക്കെതിരെ കുറ്റം ചുമത്താൻ പാടില്ല. എന്നാൽ ഒരു കുട്ടിയെ അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മുതിർന്ന വ്യക്തിയാണ് ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി കൊടുക്കുന്നതെങ്കിൽ ശിക്ഷ 1 വർഷം തടവും പിഴയുമാണ്. മറന്നു പോകരുത്, 1 വർഷമാണ്. എന്നാൽ നോർമൽ കേസിൽ 6 മാസമാണ്. ഒരു കുട്ടിക്കെതിരായിട്ടാണ് വ്യാജ പരാതി കൊടുക്കുന്നതെങ്കിൽ 1 വർഷം. അപ്പൊ നിങ്ങളത് മനസ്സിലായല്ലോ. ഇവിടെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ കുറ്റമാകുന്നുള്ളൂ. അത് സെക്ഷൻ 3 മാത്രമല്ല, 3, 5, 7 ഏത് കുറ്റകൃത്യമാണെങ്കിലും വ്യാജ പരാതിയാണെങ്കിൽ, ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷനോ പരാതിയോ ആണെങ്കിൽ ഒരു കുട്ടിയാണത് ചെയ്യുന്നതെങ്കിൽ അത് കുറ്റകരമാകുന്നില്ല എന്ന കാര്യം ഇത് ഒരുപാട് തവണ ചോദിച്ചൊരു ഭാഗമാണ്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കപ്പെടുന്നത്? വളരെ ഈസിയായ ചോദ്യം, അറിയാമല്ലോ. ആരാണ് കുട്ടി? ഓപ്ഷൻ എ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഓപ്ഷൻ ബി 16 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഓപ്ഷൻ സി 12 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ഓപ്ഷൻ ഡി 7 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ശരി ഉത്തരം സിമ്പിൾ അല്ലേ? എത്രയാണ് അറിയാമല്ലോ? 18 വയസ്സ്. 18 വയസ്സിന് താഴെ പ്രായമുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏതൊരു വ്യക്തിയും കുട്ടിയായി കണക്കാക്കപ്പെടുന്നു എന്ന കാര്യം. ഇപ്പൊ പോക്സോ നിയമം മാത്രമല്ല, സ്ത്രീധന നിരോധന നിയമം, ഗാർഹിക പീഡന വിരുദ്ധ നിയമം, അതുപോലെ ഭാരതീയ ന്യായ സംഹിത മുതലായ എല്ലാ നിയമങ്ങളിലും കുട്ടി 18 വയസ്സിന് താഴെയാണ്. എന്നാൽ നമുക്കറിയാം ബാലവേല നിരോധന നിയമം, ആ ബാലവേല നിരോധന നിയമത്തിൽ കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിന് താഴെയാണ്? 14 വയസ്സിന് താഴെയാണ്. 14 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് കുട്ടികളായി കണക്കാക്കപ്പെടുക. ബാലവേല നിരോധന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അടയാളം, അംഗീകാരം പറയാമോ? ബാലവേല നിരോധന ഉൽപ്പന്ന അടയാളമാണ്, പഴയ പേര് റഗ് മാർക്ക് എന്നാണ്, പുതിയ പേര് ഗുഡ് വീവ് ഇന്റർനാഷണൽ എന്നാണ്. റഗ് മാർക്കിന്റെ പുതിയ പേര് ഗുഡ് വീവ് ഇന്റർനാഷണൽ. പ്രിയ ഉദ്യോഗാർത്ഥികളെ, സുപ്രധാന നിയമങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ ഭാഗത്ത് കണ്ടത്. നോക്കൂ, 10th ലെവൽ പരീക്ഷയെ അടിസ്ഥാനമാക്കി ഇനി കേരള PSC വിളിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബൗക്കോ, LDC, കമ്പനി ബോർഡ്, LGS പോലെയുള്ള പരീക്ഷകളുടെ എല്ലാം സിലബസിനെ ആധാരമാക്കിയ മികച്ച ക്ലാസുകൾ ASLB അക്കാദമി
നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ സിലബസ് വെച്ച് കൃത്യമായി പഠിച്ചു തീർക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇനി ASB യുടെ ലൈവ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.